വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4th സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ള കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ജെനറ്റിക്സ് ആൻഡ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്നത് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 മണിക്കൂറാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ സെക്ഷനിൽ 12 ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. സീലിംഗ് ഉണ്ട്. ഇതിൽ ആക്ച്വലി നമ്മളെന്താണ് 12 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ സീലിംഗ് വരുന്നത് 20 ആണ്. അപ്പോൾ മിനിമം ഇത് എത്ര എണ്ണം എഴുതണം? നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, കാരണം ഒന്നിൽ പോകുന്നത് നമുക്ക് അടുത്തതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 20 മാർക്കാണ് മാക്സിമം ഇവിടെ നിന്ന് കിട്ടുക. പിന്നെ വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യനാണ് ഉള്ളത്. സീലിംഗ് വരുന്നത് 30 ആണ്. പിന്നെ വരുന്നത് 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതിന് സീലിംഗ് ഇല്ല, ഏതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് എന്താണ് ഡൗൺ സിൻഡ്രോം എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ യൂജനിക്സിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ജീനിക് ബാലൻസ് തിയറി ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ അടുത്ത ക്വസ്റ്റ്യനാണ്. പിന്നെ ട്രാൻസ്പോസോൺസ്, എന്താണ് ട്രാൻസ്പോസോൺസ്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഡിഫൈൻ ചെയ്യാൻ, DNA പോളിമറൈസും ലിഗേസും അതിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ, DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന DNA പോളിമറൈസ് എൻസൈമിനെ കുറിച്ചും ലിഗേസിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹസാർഡ്സ്, എന്തൊക്കെ ഹസാർഡ്സ് ആണ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ. പിന്നെ വരുന്നത് മെറ്റാസ്റ്റാസിസ് ആണ്. പിന്നെ ഹാപ്റ്റൻസ്, പിന്നെ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ, എലിസ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, 2 ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ചിട്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് 4 ക്വസ്റ്റ്യൻ ആയിരിക്കും എന്തെന്നുണ്ടാവുക, നമ്മുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇമ്മ്യൂണോളജീൻ്റെ ഭാഗത്തുനിന്ന്. ജെനറ്റിക്സ് എന്നാണ് 8 ക്വസ്റ്റ്യൻ വരിക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്ത സെക്ഷൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 5 മാർക്കിൻ്റെയിൽ ആദ്യം വരുന്നത് റൈറ്റ് ആൻ അക്കൗണ്ട് ഓൺ പ്രീനാറ്റൽ ഡയഗ്നോസിസ്. പ്രീനാറ്റൽ ഡയഗ്നോസിസിനെ കുറിച്ചിട്ട് ഒരു അക്കൗണ്ട് എഴുതാം. പിന്നെ എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തിൻ്റെ റെഫറൻസിൽ? കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ റെഫറൻസ് എടുത്തിട്ട് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് ക്രോമസോമൽ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷനിലെ ക്രോമസോമൽ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ക്ലോണിംഗ് വെക്റ്റർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോണിംഗ് വെക്റ്റർ, RDN ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോണിംഗ് വെക്റ്റേഴ്സിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസറിനെ കുറിച്ചിട്ട് പറയാൻ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാക്സിൻസ്, ഹ്യൂമോറൽ ആൻഡ് സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി. ഇത്രയും കാര്യങ്ങളാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നത്. പിന്നെ വരുന്നത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ എങ്ങനെയാണ് റീകോംബിനൻ്റ് DNA കൺസ്ട്രക്റ്റ് ചെയ്യുക, അതിൻ്റെ വേരിയസ് സ്റ്റെപ്സാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് അതൊക്കെ. പിന്നെ വരുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ സെൽസിനെ കുറിച്ചിട്ട് എസ്സേ എഴുതാനാണ്. അപ്പോൾ നമ്മൾ ബി ലിംഫോസൈറ്റും ബി സെൽസും T സെൽസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ഭാഗമാണെന്ത്, സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നതിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു 2024. അത്ര നമ്മൾ കേൾക്കാത്ത വാക്കുകളൊന്നും ഇതിലില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. നമുക്ക് ബാക്കി എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വീഡിയോ നമുക്ക് ഇനി വരുന്ന ഇതിൽ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.